It's a one-act play written in the year 1964 during the height of civil rights movement. സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. So this play was first presented at the Cherry Lane Theatre in Greenwich Village, New York City. And ഈ ഡച്ച്മാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് it was the last play played by Baraka under his birth name Laurie Jones. ലോറി ജോൺസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അമീരി ബറാക്കയുടെ യഥാർത്ഥ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം ഒരു സാഹചര്യത്തിൽ പേര് മാറ്റിയാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ദി പ്ലേ ഫോക്കസസ് ഓൺ ക്ലേ, a 20-year-old African American man wearing a suit and tie, and Lula, a 30-year-old white woman who meet on a subway train in New York City during the summer. അപ്പോൾ ഇവരാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ക്ലേ എന്ന് പറഞ്ഞിട്ടുള്ള 20 വയസ്സുള്ള ഒരു ആഫ്രിക്കൻ അമേരിക്കൻ, അതുപോലെ തന്നെ ല്യൂല ഒരു 30-year-old വൈറ്റ് വുമൺ ആണ്. ഇവരാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി ഈ ഒരു പ്ലേയുടെ ഒരു പ്ലോട്ട് ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, ദിസ് പ്ലേ ഇല്ലസ്ട്രേറ്റ്സ് ഹേറ്റ്രഡ് ബിറ്റ്വീൻ ബ്ലാക്സ് ആൻഡ് വൈറ്റ്സ് ഇൻ അമേരിക്ക ആസ് വെൽ ആസ് ദി പൊളിറ്റിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കോൺഫ്ലിക്ട്സ് ഫേസ്ഡ് ബൈ ബ്ലാക്ക് അമേരിക്കൻ മെൻ ഇൻ ദി 1960s. സോ ആ ഒരു ഹേറ്റ്രഡ് ആ ഒരു ടൈമിൽ, ആ ഒരു 1960s ആ ഒരു ടൈമിൽ അമേരിക്കയിൽ നിലനിന്നിരുന്ന ബ്ലാക്സും വൈറ്റ്സും തമ്മിലുള്ള ആ ഒരു വിദ്വേഷം, അതുപോലെ തന്നെ അവർ തമ്മിലുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ആസ് വെൽ ആസ് സൈക്കോളജിക്കൽ കോൺഫ്ലിക്ട്സ്, ഇവയൊക്കെയാണ് ഈ ഒരു പ്ലേയിൽ നമ്മളുടെ പ്ലേ റൈറ്റ് അമീരി ബറാക്ക പോർട്രേ ചെയ്യുന്നത്. ഈ പ്ലേ ഒരു അവാർഡ് നേടിയിട്ടുണ്ടായിരുന്നു. ദി പ്ലേ വോൺ എനോബി അവാർഡ് ആസ് ബെസ്റ്റ് അമേരിക്കൻ ഓഫ് ബ്രോഡിംഗ് പ്ലേ ഓഫ് 1964. സോ ഇതൊക്കെയാണ് ഒരു ആമുഖം എന്ന നിലക്ക് നമുക്ക് പറയാനുള്ളത്. സോ ലെറ്റ്സ് ബിഗിൻ ദിസ് ഡ്രാമ. So the play begins with Clay sitting on the subway reading a magazine and looking idly out the window. ഇതാണ് ഇതിൻ്റെ ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ വായിക്കുകയാണ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ വിൻഡോയിലൂടെ പുറത്ത് നോക്കുന്നുണ്ട്. ഈ ക്ലേ, ല്യൂല ഇവരല്ലാതെ സ്റ്റേജിൽ അപ്പിയർ ചെയ്യുന്ന മറ്റ് ക്യാരക്ടേഴ്സ് അതർ ദാൻ ക്ലേ ആൻഡ് ല്യൂല ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈഡേഴ്സ് ഓഫ് ദി കോച്ച് ആൻഡ് എ യങ് നീഗ്രോ, അതുപോലെ തന്നെ എൻ ഓൾഡ് നീഗ്രോ കണ്ടക്ടർ, ഇവരൊക്കെയാണ് ഇതിൽ വരുന്നത്. ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളാണ് പറയുന്നത്. Dutchman takes place according to the playwright in the flying underbelly of the city in a subway train. നമ്മളെ പ്ലേറൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സെറ്റിങ്ങിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇൻ ദി ഫ്ലൈയിങ് അണ്ടർബെല്ലി ഓഫ് ദി സിറ്റി എന്ന ആ ഒരു എക്സ്പ്ലനേഷൻ വെച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇൻ എ സബ്വേ ട്രെയിൻ. നമ്മളുടെ ഈ ഒരു പ്ലേ അത് എടുത്തു നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ദി പ്ലേ നമുക്ക് ആ ഒരു ട്രെയിനിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൗണ്ടുകളും അതേപോലെ തന്നെ ലൈറ്റ്സ്, അതൊക്കെ വളരെ റീഡറിന് ഇതൊരു ട്രെയിനിലാണ് നടക്കുന്നത് എന്ന് മനസ്സിലാകുന്ന വിധത്തിൽ അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സോ ത്രൂ ഔട്ട് ദി പ്ലേ ദി ഓഡിയൻസ് ഈസ് മെയ്ഡ് അവെയർ ഓഫ് ദി സെറ്റിംഗ് ത്രൂ ദി റോർ ഓഫ് ദി ട്രെയിൻ ആൻഡ് ദി ഫ്ലാഷിംഗ് ലൈറ്റ്സ് ആസ് ഇറ്റ് സ്പീഡ്സ് ആൻഡ് സ്ലോസ് ആൻഡ് ഒക്കേഷണലി സ്റ്റോപ്സ് ഫോർ പാസഞ്ചേഴ്സ്. ബിഗിനിങ് പറയുകയാണെങ്കിൽ ദി ട്രെയിൻ റീച്ചസ് എ സ്റ്റേഷൻ, സോ ഇറ്റ് സ്ലോസ് ആൻഡ് ഒക്കേഷണലി സ്റ്റോപ്സ് ഫോർ പാസഞ്ചേഴ്സ്. സാധാരണ നമ്മൾ ട്രെയിനിൽ കാണുന്ന പോലെ തന്നെ. ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ക്ലേനെ ആദ്യമായിട്ട് പ്രേക്ഷകരുടെ ഓഡിയൻസിൻ്റെ മുമ്പിലോട്ട് അവതരിപ്പിക്കുന്നത്. വെൻ ക്ലേ ലുക്സ് ഔട്ട് ഹി സീസ് എ വുമൻസ് ഫേസ് സ്റ്റെയറിങ് അറ്റ് ഹിം ത്രൂ ദി വിൻഡോ. ആ സ്റ്റേഷനിലെത്തിയപ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരു വുമൺ അദ്ദേഹത്തെ ഇങ്ങനെ ആ ഒരു വിൻഡോയുടെ ഉള്ളിലൂടെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്. ആൻഡ് ഹി ടു നോട്ടീസസ് ഹെർ, ആൻഡ് വെൻ ദി woman realizes that Clay has noticed her, she begins to smile. അങ്ങനെ അവർ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ക്ലേയും ചിരിച്ച് അവരോട് സ്മൈൽ ചെയ്യാണ്. ബട്ട് ദെൻ എ കൈൻഡ് ഓഫ് awkwardness or embarrassment sets in, so he goes back to reading his magazine. ക്ലേ പക്ഷേ പെട്ടെന്ന് തന്നെ അയാളുടെ തല തിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഷൈ ആയി. താൻ വല്ലാതെ സ്റ്റെയർ ചെയ്യുന്നത് അതൊരു വുമൺ ആണ്, അവരോട് വല്ലാതെ സ്റ്റെയർ ചെയ്യുന്നത് നല്ലതല്ല എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം താൻ ചെയ്തിരുന്ന ആ ഒരു മാഗസിനും ജസ്റ്റ് റീഡ് ചെയ്ത് വീണ്ടും പഴയ പോലെയായി. ആൻഡ് ആഫ്റ്റർ സം ടൈംസ് ദി ട്രെയിൻ സ്റ്റാർട്ട്സ് ടു മൂവ് അഗെയിൻ ആൻഡ് ഫൈനലി ഇറ്റ് ലീവ്സ് ദി സ്റ്റേഷൻ. അങ്ങനെ ആ ട്രെയിൻ സ്റ്റേഷൻ വിടുകയാണ്. ഇനിയാണ് സീൻ 1 ആരംഭിക്കുന്നത്. ദിസ് പ്ലേ ഹാസ് ഓൺലി 2 സീൻസ്. അത് നമ്മൾ മനസ്സിലാക്കണം. 2 സീൻ മാത്രമേ
സീൻസ് മാത്രമേ ഈ ഒരു പ്ലേയിലുള്ളൂ. ദെൻ സീൻ 1 ബിഗിൻസ്. ദെൻ ല്യൂല എൻറ്റേഴ്സ്. ല്യൂല നമ്മളുടെ അനദർ മെയിൻ ക്യാരക്ടറാണ്. അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദി ഓഥർ ഗിവ്സ് us എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഹർ. ല്യൂലയെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പ്ലെയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഷീ വിയേഴ്സ് സം ബ്രൈറ്റ് skimpy summer clothes and sandals. She carries a net bag full of paper books, fruit, and other anonymous articles. She is wearing sunglasses, which she pushes upon her forehead from time to time. Lula is a tall, slender, beautiful woman with long red hair hanging straight down her back, wearing only loud lipstick in somebody's good taste. ഇങ്ങനെയാണ് നമ്മളുടെ ഓത്തർ ഇവരെ ല്യൂലയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരങ്ങനെ കയ്യിലൊരു ആപ്പിളും പിടിച്ച് അത് കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ ക്ലേ ഇരിക്കുന്ന ഭാഗത്തോട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ആൻഡ് ഷീ സ്റ്റാൻഡ്സ് നിയർ ഹിം. ക്ലേയുടെ അടുത്ത് അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ക്ലേ നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ള അവർ ഇരിക്കുന്നതിന് മുൻപ് ക്ലേ ഒന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. ബട്ട് ക്ലേ സ്റ്റിൽ ഈസ് റീഡിങ് ദി മാഗസിൻ. ദെൻ സഡൻലി ഹി സീസ് ദി വുമൻ. അടുത്ത് നിൽക്കുന്ന ല്യൂലയെ അവൻ കാണുകയാണ്. He looks up into her face and smiles. Then, as usual, they greet each other and Lula takes the seat next to Clay. അങ്ങനെ ല്യൂല അവിടെ ഇരിക്കുന്നു. അവളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് കംഫർട്ടബിളായിട്ട് അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഒന്ന് കംഫർട്ടബിളായി കണ്ടപ്പോൾ ദെൻ ല്യൂല ആസ്ക് ക്ലേ ദാറ്റ് വൈ ഡിഡ് ഹീ സ്റ്റെയർ അറ്റ് ഹെർ. സോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്ത്, നേരത്തെ ക്ലേ ആ ഒരു വിൻഡോയിലൂടെ പുറത്ത് നോക്കി കണ്ടിരുന്ന ആ ഒരു വുമൺ എന്ന് പറയുന്നത് ല്യൂല തന്നെ ആയിരുന്നു. ഇത് കേട്ടപ്പോൾ ക്ലേ പറഞ്ഞു താനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ആദ്യം സ്റ്റെയർ ചെയ്തത് ല്യൂലയായിരുന്നു എന്ന് അവൻ വാദിക്കുകയാണ്. അവർ രണ്ടുപേരും ഈ കാര്യം പറഞ്ഞ് വീണ്ടും അവർ കോൺവേഴ്സ് ചെയ്യുന്നു. ആൻഡ് ല്യൂല അക്യൂസസ് ക്ലേ ഫോർ സ്റ്റെയറിങ് അറ്റ് ഹെർ ബോഡി പാർട്സ്. അങ്ങനെ രണ്ട് അക്യൂസേഷൻ നടക്കുകയാണ്. ഒന്ന് സ്റ്റെയറിങ് അറ്റ് ഹെർ, രണ്ട് സ്റ്റെയറിങ് അറ്റ് ഹെർ ബോഡി പാർട്ട്. പക്ഷേ ക്ലേ അഡ്മിറ്റ്സ് ദി ഫസ്റ്റ് വൺ, അതായത് അവളെ തുറച്ചു നോക്കിയത് അവൻ സമ്മതിക്കുകയാണ്. ബട്ട് ഡിനൈസ് ദി അതർ വൺ സ്റ്റെയറിങ് അറ്റ് ഹെർ ബോഡി പാർട്സ്. അത് താൻ ചെയ്തിട്ടില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. മാത്രമല്ല ക്ലേ സ്റ്റേറ്റ്സ് ദാറ്റ് സ്റ്റെയറിങ് ത്രൂ ട്രെയിൻ വിൻഡോസ് ഈസ് വിയർഡ് ബിസിനസ്. അദ്ദേഹം അത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ ഒരു വിൻഡോയിലൂടെ ഇങ്ങനെ സ്റ്റെയർ ചെയ്യുന്നത് അതൊരു വിയേർഡായിട്ടുള്ളൊരു കാര്യമാണ്, മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് അവൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ല്യൂല കണ്ടിന്യൂസ് ദി കോൺവെർസേഷൻ ബട്ട് ക്ലേ ഡിസ്കറേജസ് ഹെർ ബൈ ടെല്ലിങ് ദാറ്റ് ഹീ ഈസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ പാർട്ടി ടോക്ക്. അങ്ങനെ ക്ലേ അങ്ങനെ ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ താനൊരു ടോക്കിന് പ്രിപ്പയർഡ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ല്യൂല ആസ്ക് ഹിം വാട്ട് ആർ യു പ്രിപ്പയർഡ് ഫോർ. പിന്നീട് ആ ഒരു കോൺവെർസേഷൻ വീണ്ടും അങ്ങനെ നീണ്ടുപോകുന്നു. ആ ഒരു സമയമായപ്പോഴേക്കും ല്യൂല ഒരു ക്ലേയെ സെഡ്യൂസ് ചെയ്യുന്ന ഒരു രൂപത്തിൽ അവരുടെ ആ ഒരു കോൺവെർസേഷൻ അങ്ങനെ സെഡ്യൂസ് ചെയ്യുന്ന രൂപത്തിൽ ഇവർ സംസാരിക്കാൻ തുടങ്ങുകയാണ് നമ്മളുടെ ല്യൂല. ഹിയർ ക്ലേ ടേക്സ് ഹെർ കോൺവെർസേഷൻ ആസ് പ്യുവർ സെക്സ് ടോക്ക്. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പിന്നീട് റിപ്ലൈ പറയുന്നത് ഐ എം പ്രിപ്പയർഡ് ഫോർ എനിത്തിങ് എന്ന് റിപ്ലൈ നൽകുകയാണ്. അദ്ദേഹത്തിനും ഒരു സെക്സ് ടോക്കിന് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ല്യൂല ഡിസ്ക്രൈബ്സ് ക്ലേസ് അപ്പിയറൻസ് വിച്ച് മേക്സ് ഹിം അൺകംഫർട്ടബിൾ. ഇദ്ദേഹം വളരെ അൺകംഫർട്ടബിൾ ആയി എന്ന് മനസ്സിലാക്കിയപ്പോൾ ല്യൂല പിന്നീട് ചിരിക്കുകയാണ്. ചിരിച്ചിട്ട് പിന്നെ പറയുന്നത് ഷീ ജസ്റ്റ് ലൈറ്റ്, താൻ കള്ളം പറഞ്ഞതാണ്. മാത്രമല്ല അവർ പറയുന്നുണ്ട് ഷീ ഓഫൻ ലൈസ്, അവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നുണ പറയാറുണ്ട്, അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൊണ്ടു എന്ന് പറയുന്നുണ്ട് അവർ. സോ ക്ലേ ബിക്കംസ് റിലീവ്ഡ്. In this first scene, Lula's manner and mode of conversing with Clay swings from boldly flirtatious to oddly morose. ഈ ല്യൂലയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മൂഡ് സ്വിങ് ഉണ്ടാവും. നല്ല നിലയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് അവരുടെ മൂഡ് മാറും. അത് നമ്മൾ ഈ ഒരു പ്ലേയിലുടനീളം നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ആദ്യം ഫ്ലർട്ടേഷ്യസ് ആയിട്ട് നന്നായിട്ട് ശൃംഗരിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ സംസാരത്തിൻ്റെ ആ ഒരു ടോൺ മാറുകയാണ്. നമുക്കൊരു നീരസം തോന്നുന്ന ഒരു രീതിയിലോട്ട് അവരുടെ ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളുടെ ല്യൂല ഒരുപാട് പ്രഡിക്ഷൻസ്, ഷീ പ്രഡിക്ട്സ് എ ലോട്ട് ഓഫ് തിങ് അബൌട്ട് ക്ലേയുടെ ബിഹേവിയർ, മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ ശരിയാവുന്നുണ്ട്. ഈ ഒരു പ്രഡിക്ഷൻസൊക്കെ ദാറ്റ് ഷോക്സ് ക്ലേ. താനിപ്പോൾ നടത്തിയ പ്രഡിക്ഷൻസൊക്കെ ശരിയാണെന്ന് ചോദിക്കുമ്പോൾ
ക്ലേ അവരും പറയുന്നുണ്ട് അതെ ശരിയാണെന്നൊക്കെ. അതായത് ഹീസ് ഫ്രം ന്യൂ ജേഴ്സി, അതുപോലെ തന്നെ അബൌട്ട് ദി ബിയേർഡ്, ആ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. ആൻഡ് ഹി ആസ് വെദർ ദ മെറ്റ് ബിഫോർ ഓർ ഡസ് ഷീ നോ വാരൻ ആൻഡ് റൈറ്റ്. വാരൻ ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനൊക്കെ അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദെൻ ല്യൂല സെയ്സ് നോ ബട്ട് ഷീ ജസ്റ്റ് പ്രഡിക്റ്റഡ് ട്രൂ. അതിനുശേഷം ല്യൂല മൂവ്സ് ക്ലോസർ ടു ഹിം ആൻഡ് കണ്ടിന്യൂസ് ടു ഫ്ലേർട്ട്. അങ്ങനെ അടുത്തിരുന്നാണ് പിന്നീട് അവർ സംസാരിക്കുന്നത്, വളരെ ക്ലോസ് ആയിട്ടിരുന്ന്. ആൻഡ് ദ ടോക്ക് ഫർദർ ആൻഡ് അഗെയിൻ ല്യൂലാസ് കമൻറ്റ്സ് കണ്ടിന്യൂസ് ടു സർപ്രൈസ് ഹിം വിത്ത് ദയർ ഇൻസൈറ്റ്ഫുൾ നോളജ് ഓഫ് ഹിസ് പ്രൈവറ്റ് ലൈഫ്. ഇങ്ങനെ ഈ ല്യൂല തൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പ്രഡിക്റ്റ് ചെയ്യണ കണ്ടപ്പോൾ ക്ലേക്ക് വളരെ സർപ്രൈസായി. കാരണം താനൊരു പാർട്ടിക്കല്ലേ പോകുന്നത് എന്നൊക്കെ ഇവർ പറഞ്ഞപ്പോൾ അത് 100% കറക്റ്റായിരുന്നു. സോ ക്ലേ ചോദിക്കുന്നുണ്ട് ഹൗ ഡു യു നോ ദിസ്, അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ടു വിച്ച് ഷീ റിപ്ലൈസ് ദാറ്റ് ഹീസ് എ വെൽ നോൺ ടൈപ്പ്. അങ്ങനെയായിരുന്നു ക്ലേ അതിനെ ആൻസർ ചെയ്തത്. വെൽ നോൺ ടൈപ്പ്, ഏതൊരാൾക്കും പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന, എല്ലാവർക്കും അറിയുന്ന ഒരു ടൈപ്പ് ആളാണ് ക്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് പ്രഡിക്ഷൻസ് ഒക്കെ നടത്താൻ കഴിയുന്നത് എന്നാണ് ല്യൂല അതിന് റിപ്ലൈ കൊടുത്തത്. അത് കഴിഞ്ഞ് ല്യൂല ട്രൈസ് ടു പ്രഡിക്റ്റ് ക്ലേസ് നെയിം ബട്ട് ഷീ ഫെയിൽസ്. ആഫ്റ്റർ ദാറ്റ് ക്ലേ ഇൻവൈറ്റ്സ് ഹെർ ടു ജോയിൻ ഹിം ഫോർ ദി പാർട്ടി. അങ്ങനെ പാർട്ടിക്ക് എൻ്റെ കൂടെ വരണമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് അവൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആൻഡ് ഇൻ ദിസ് ഇൻസ്റ്റൻസ്, ഈ ഒരു സമയത്തും ല്യൂലയുടെ ആ ഒരു ബിഹേവിയറിൽ ഒരു സ്വിങ് വരുന്നുണ്ട്. ഇതുവരെ ഫ്ലിട്ടേഷ്യസ് ആയിട്ട് സംസാരിച്ചിരുന്ന അവൾ പെട്ടെന്ന് ഹാർഷായിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആ ഒരു ല്യൂല നടത്തുന്ന ഒരു അബ്യൂസീവ് കമൻറ്റ് ഞാനത് റീഡ് ഔട്ട് ചെയ്യാം. In that funny book jacket with all the buttons, what have you got that jacket and tie on in all this heat for? And why are you wearing a jacket and tie like that? Did your people ever ban witches or start revolution over the price of tea? Boy, those narrow shoulder clothes come from a tradition you ought to feel oppressed by. A 3-button suit? What right do you have to be wearing a 3-button suit and a striped tie? Your grandfather was a slave. He didn't go to Harvard. ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷീ ഓൾസോ മേക്സ് എ റെസിസ്റ്റ് കമൻറ്റ്. ഞാനത് റീഡ് ഔട്ട് ചെയ്യാം. ഐ ബെറ്റ് യു നെവർ വൺസ് തോട്ട് യു ആർ എ നിഗർ. ദിസ് വേർഡ്സ് ഒഫൻഡ് ക്ലേക്ക് അങ്ങനെ ഒഫൻഡഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് സൂൺ ഷീ ലോവ്സ് ആൻഡ് ടെൽസ് ദാറ്റ് ഷി വാസ് കിഡിങ്. പെട്ടെന്ന് ല്യൂല അവർക്ക് വീണ്ടും ഒരു മൂഡ് സ്വിങ് വരികയാണ്. അവർ അപ്പം തന്നെ ചിരിച്ച് പറയുന്നുണ്ട് ഷി വാസ് ജസ്റ്റ് കിഡിങ് അബൌട്ട് ദിസ്. ആൻഡ് ഓൾസോ ദാറ്റ് ഷീ ടേക്സ് ബാക്ക് വാട്ട് ഷീ സെഡ് ബിഫോർ എന്ന് പറയുന്നുണ്ട്. ആൻഡ് അഗെയിൻ ഹെർ മൂഡ് ചേഞ്ചസ് ആൻഡ് ഷീ കോൾസ് ഹിം എ മർഡറർ. അടുത്ത നിമിഷം തന്നെ ഇവരുടെ മൂഡ് വീണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവർ ഇദ്ദേഹത്തെ ക്ലേയെ ഒരു മർഡറർ എന്ന് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവരുടെ ല്യൂലയുടെ സംസാരം വളരെ ഹോസ്റ്റൈൽ റേസിസ്റ്റ് കമൻസ് ആണെങ്കിലും, വളരെ വിദ്വേഷം ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള കമൻസ് ആണെങ്കിലും, അതുപോലെ തന്നെ പെട്ടെന്ന് മാറുന്ന അത്തരത്തിലൊക്കെ ആണെങ്കിലും, ഇവളുടെ ഈ ഒരു സെഡക്ഷൻ, ഈ ഒരു ശൃംഗാരം ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. സോ ഡെസ്പൈറ്റ് ദിസ് ഹോസ്റ്റൈൽ റേസിസ്റ്റ് കമൻസ്, അതുപോലെ തന്നെ സഡൻ ലാപ്സസ് ഓഫ് അറ്റൻഷൻ, ഹി അലൗസ് ദിസ് സ്ട്രേഞ്ച് സെഡക്ഷൻ. അദ്ദേഹം ട്രെയിനിൽ ഒറ്റക്കാണ്. അപ്പോൾ ഒരു നേരം പോക്ക് എന്നുള്ള നിലക്ക് അദ്ദേഹം വളരെ വിനയം കാണിക്കുകയാണ്. അങ്ങനെ ഹീ കണ്ടിന്യൂസ് ഹിസ് ടോക്ക്. ക്ലേ കണ്ടിന്യൂസ് ഹിസ് ടോക്ക്. പിന്നീടുള്ള അവരുടെ ആ ഒരു കോൺവെർസേഷനിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ല്യൂല റെഫേഴ്സ് ക്ലേ ആസ് ദി ബ്ലാക്ക് ബോൾഡലെയോ, അതേപോലെ തന്നെ മൈ ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എ ബ്ലാക്ക് നിഗർ എന്നൊക്കെ ക്ലേയെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദിസ് സീൻ, ഈ സീൻ 1ൻ്റെ ആ ഒരു എൻഡിലോട്ട് നമ്മളെത്താണ്. Lula pleads him to ignore their separate histories and pretend to be anonymous beauties smashing along through the city's entrails. മറ്റുള്ള എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തുകൊണ്ട് സിറ്റിയുടെ അന്തർഭാഗത്തിലൂടെ പോകുന്ന അജ്ഞാതരായിട്ടുള്ള 2 ബ്യൂട്ടീസായിട്ട് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്കങ്ങനെ സമയം ചിലവഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സീൻ അവസാനിക്കുന്നത്. ദെൻ ഷീ യെൽസ് ഗ്രൂവ് ആൻഡ് ദി സീൻ എൻഡ്സ്. അപ്പോൾ ഇങ്ങനെയാണ് സീൻ 1 അവസാനിക്കുന്നത്. ഇനി സീൻ 2 നമുക്ക് നോക്കാം.
In the second scene, more seats are visible, and other people are either sitting or boarding and getting down from the train. Lula and Clay are oblivious of them. അപ്പോൾ ട്രെയിനിൽ പിന്നീട് മറ്റ് യാത്രക്കാരൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ ല്യൂല അതേപോലെ തന്നെ ക്ലേ അവരെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, ബാക്കി പാസഞ്ചേഴ്സിനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ക്ലേസ് ടൈ ഈസ് ഓപ്പൺ ആൻഡ് ല്യൂല ഈസ് ഹഗിങ് ഹിസ് ആം. And as the scene opens, they are discussing how they will act at the party. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങനെ ആ ഒരു പാർട്ടിക്ക് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പിന്നീട് അവരുടെ ഡിസ്കഷൻ. ആൻഡ് ല്യൂല കണ്ടിന്യൂസ് ടു ടോക്ക് സെഡ്യൂസിംഗ്ലി. നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്ന അതേപോലെ തന്നെ വീണ്ടും ല്യൂല അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ല്യൂല ഒരു സെക്ഷൽ എൻകൗണ്ടറിന് തൻ്റെ കൺസെൻറ്റ് അവൻ അറിയിക്കുന്നുണ്ട്. And along with the promise of a sexual encounter, Lula also promises that they will be eating apples along the way to her tenement apartment. പിന്നെ അവർ ക്ലേയുടെ മാൻഹുഡ്, പൗരുഷത്തെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. മാൻഹുഡ് എന്നത് ഒരു സെക്ഷൽ കൊണോട്ടേഷൻ കൊടുത്തിട്ടാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ആസ് ദ കണ്ടിന്യൂസ് ടു ടോക്ക് അബൌട്ട് ക്ലേസ് മാൻഹുഡ്, ക്ലേ ബ്രീഫ്ലി നോട്ടീസസ് ദി അതേഴ്സ് ഓൺ ദി സബ്വേ. അപ്പോഴാണ് അദ്ദേഹം ബാക്കിയുള്ള പാസഞ്ചേഴ്സിനൊക്കെ ശ്രദ്ധിക്കുന്നത്. ബട്ട് സൂൺ ഹീ ഈസ് വൺസ് അഗെയിൻ സബ്മേർജ്ഡ് ഇൻ ഹിസ് ഇൻറ്റൻസ് ഇൻട്രാക്ഷൻ വിത്ത് ല്യൂല, ഇഗ്നോറിങ് ഹിസ് സറൗണ്ടിങ്സ്. ല്യൂല എപ്പോഴും ആ ഒരു ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള ആ ഒരു സംസാരം കണ്ടിന്യൂ ചെയ്യാണ്. ഷീ കണ്ടിന്യൂസ് ഹെർ സെഡക്റ്റീവ് ടോക്ക്. ഹിയർ ഷീ റെഫേഴ്സ് ഹെർ ഹൗസ് ആസ് ബ്ലാക്ക് ആസ് എ ഗ്രേവ് ആൻഡ് എ പ്ലേസ് ലൈക്ക് ജൂലിയറ്റ്സ് ടൂംബ്, വിച്ച് മേക്സ് ക്ലേ അൺകംഫർട്ടബിൾ. തൻ്റെ വീടിനെ കുറിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ആ ഒരു റെഫറൻസൊക്കെ ക്ലേയെ അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ട്. ല്യൂല തൻ്റെ വീടിനെ കുറിച്ച് പറയുന്നത് ബ്ലാക്ക് ആസ് എ ഗ്രേവ്, അതേപോലെ തന്നെ എ പ്ലേസ് ലൈക്ക് ജൂലിയറ്റ്സ് ടൂംബ്. ആൻഡ് ഹി ആസ്ക് ഹെർ ഇഫ് ഷീ ഈസ് എൻ ആക്ട്രസ് ബിക്കോസ് ഇറ്റ് ഈസ് സോ സെൽഫ് അഗ്രൻഡൈസിങ്. ഇവരിങ്ങനെ ഊതി വീർപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ല്യൂല. അപ്പോൾ ഇദ്ദേഹം ഒരു സംശയം ചോദിക്കുന്നുണ്ട്, ക്ലേ ആർ യു ആൻ ആക്ട്രസ് എന്ന് ചോദിക്കുന്നുണ്ട്. ബട്ട് ഷീ ഡിനൈസ് ഇറ്റ് ബട്ട് വാണ്ട്സ് ഹിം ദാറ്റ് ഷീ ലൈസ് ഓഫൺ. താൻ പറയുന്നതിൽ ഒരുപാട് നുണകളുണ്ടാവും എന്ന് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ആ ഒരു വാണിംഗ് ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു സെഡ്യൂസിങ് ആയിട്ടുള്ള, ഇങ്ങനെ സെഡ്യൂസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഈ ഒരു ടോക്ക് ഇദ്ദേഹത്തിന് ക്ലേക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹീ ഡിമാൻഡ്സ് ദി വോൾ സ്റ്റോറി ഫ്രം ഹെർ. ഇതിന് അവൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. She answers elliptically and mysteriously, saying that her life consists of apples and long walks with deathless intelligent lovers. ഇവളതിനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അവളുടെ ആ ഒരു വാക്കുകൾ ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന വാക്കുകളിലായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവളുടെ ലൈഫിനെ കുറിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. നമ്മളുടെ പ്ലേയിൽ നിന്ന് ഞാൻ കോട്ട് ചെയ്യാം. എ ലൈഫ് കൺസിസ്റ്റ് ഓഫ് ആപ്പിൾസ് ആൻഡ് ലോങ് വാക്സ് വിത്ത് ഡെത്ത്ലെസ് ഇൻ്റലിജൻറ്റ് ലവേഴ്സ്. അങ്ങനെയാണ് അവൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്. ഇനി ക്ലേയുടെ ലൈഫിനെ കുറിച്ചിട്ട് അവൾ പറയുന്നുണ്ട് വീണ്ടും. അതിനുശേഷം ല്യൂല ക്യാരക്ടറൈസസ് ക്ലേസ് ലൈഫ് ആസ് ചേഞ്ച്. അങ്ങനെയാണ് ല്യൂല ക്ലേയുടെ ആ ഒരു ക്ലേസ് ലൈഫിനെ വിശേഷിപ്പിക്കുന്നത്. ആൻഡ് ഷീ അക്യൂസസ് ക്ലേ ഓഫ് ബീയിങ് ഈവൻ ടു സീരിയസ് ടു ബി സൈക്കോ അനലൈസ്ഡ്. ക്ലേക്ക് ഒരു ഇമോഷണൽ ഡിസോർഡർ ഉണ്ട് എന്നുള്ള നിലക്കാണ് അവരെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൈക്കോ അനാലിസിസ് നടത്തേണ്ട ഒരവസ്ഥയിലാണ്, അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു ഇമോഷണൽ ഡിസോർഡർ ഉള്ള ആ ഒരു അവസ്ഥയിലാണ് ക്ലേ ഉള്ളത് എന്ന് അവൾ അക്യൂസ് ചെയ്യാണ്. ഇങ്ങനെ ജസ്റ്റ് ഒരു അക്യൂസേഷൻ നടത്തുന്നുണ്ട്. അപ്പോഴേക്ക് സബ്വേയിലോട്ട് കൂടുതൽ ആളുകൾ കയറി വരുന്നുണ്ട്. ആൻഡ് ക്ലേ നോട്ടീസസ് ദം. Lula claims to know them all, then asks if they frighten Clay because he is an escaped nigger. അപ്പോൾ കൂടുതൽ ആളുകൾ വരുന്നത് കണ്ടപ്പോൾ ല്യൂല ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കൂടുതൽ ആളുകൾ വരുന്നത് നീ ഭയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ക്ലേ ചോദിക്കുന്നുണ്ട്, എനിക്കെന്തിനാണ് ഭയം, ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ഹീസ് ആൻ എസ്കേപ്ഡ് നിഗർ. ഈ പ്ലാന്റേഷൻ വർക്ക് എന്നൊക്കെ ആ ഒരു സ്ഥലങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ഒരു സ്ലേവല്ലേ ഇദ്ദേഹം, ക്ലേ എന്ന നിലയിലാണ് അവൾ സംസാരിക്കുന്നത്. ഇതിന് ക്ലേ റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് യു മസ്റ്റ് ബി ജൂയിഷ്, ഓൾ യു ക്യാൻ തിങ്ക് അബൌട്ട് ഈസ് വയർ. സോ ല്യൂല എസ്കേപ്ഡ് നിഗർ അല്ലേ താൻ എന്ന് ക്ലേയോട് പറഞ്ഞപ്പോൾ ക്ലേ പറയുന്നത് നീ ഒരു ജൂയിഷ് അല്ലേ, ഒരു ജൂതമത വിശ്വാസിയല്ലേ, നിനക്ക് വയറിനെ കുറിച്ച് മാത്രമാണ്
ചിന്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് എനിക്കങ്ങനെ തോന്നിയതെന്ന് പറയുന്നുണ്ട്. അത് റെഫറൻസ് പോകുന്നത് ഇപ്പോൾ ഈ ഹോളോകോസ്റ്റിൻ്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ വയറുകൊണ്ടുള്ള വേലി തിരിച്ച് അതിനുള്ളിൽ ഇവരെ, അതായത് ജ്യൂസിനെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ പീഡിപ്പിച്ചിരുന്ന ആ ഒരു ഹിറ്റ്ലറുടെ ഒരു ഹോളോകോസ്റ്റൊക്കെ ആവും അതിൻ്റെ ഒരു റെഫറൻസാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെയൊക്കെ ല്യൂല സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം തൻ്റെ ആത്മസംയമനം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ക്ലേ മേക്സ് ലൈറ്റ് ഓഫ് ദി കമൻറ്റ് ടേണിംഗ് ദി കോൺവെർസേഷൻ ടു പ്ലാന്റേഷൻ ദി സോഴ്സ് ഓഫ് ബ്ലൂസ്. അപ്പോൾ ഇവളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കോൺവെർസേഷൻ പ്ലാന്റേഷൻസിനെ കുറിച്ചും അതേപോലെ തന്നെ ബ്ലൂസ് എന്ന് പറയുമ്പോൾ എ സോങ് ഓഫ് ലാമെൻറ്റേഷൻ, ഈ ശോകഗാനങ്ങളൊക്കെ അതിന് പറയുന്ന പേരാണ് ബ്ലൂസ്. അതിനെക്കുറിച്ചിട്ടൊക്കെ പിന്നീട് സംസാരിക്കാൻ തുടങ്ങി. ബട്ട് Lula launches into a hysterical blues song during which she shudders rhythmically and bumps into the other people. ഇങ്ങനെ ബ്ലൂസിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവളൊരു ഹിസ്റ്ററിക്കലായിട്ടുള്ള ഒരു റിഡിക്കുലസ് ആയിട്ടുള്ള ഒരു ബ്ലൂസ് സോങ് അവിടെ ഉറക്കെ പാടാൻ തുടങ്ങി. എന്നിട്ട് അവൾ ഇങ്ങനെ അത് പാടുമ്പോൾ ഇങ്ങനെ അവളുടെ ശബ്ദം ഇങ്ങനെ വിറക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു റിതം, അത്തരത്തിലൊരു താളത്തിലായിരുന്നു അവർ ആ ഒരു ഗാനം പാടിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല മറ്റ് യാത്രക്കാരെ പോയിട്ട് മുട്ടുന്നൊക്കെ ഉണ്ട്. ഇവൾ എഴുന്നേറ്റ് നിന്നിട്ടാണ് ഈ ഒരു സോങ് പാടുന്നത്. വളരെ കഠിനമായിട്ടുള്ളൊരു വിദ്വേഷം ഉണർത്തുന്ന തരത്തിലുള്ള ആ ഒരു ലാംഗ്വേജൊക്കെ യൂസ് ചെയ്തിട്ടാണ്, അത്തരത്തിലുള്ള ഒരു വോയിസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവൾ ഈ ഒരു ബ്ലൂ പാടുന്നത്. അങ്ങനെ ഇവളുടെ ഈ ഒരു ബിഹേവിയർ ബാക്കിയുള്ള ഓഡിയൻസിനൊക്കെ അവർക്ക് വലിയ ഷോക്കാവുന്നുണ്ട്. ആൻഡ് ഷീ ഇൻവൈറ്റ്സ് ക്ലേ ടു ഡു ദി നാസ്റ്റി എന്നുള്ളത് നമ്മളുടെ പ്ലേ റൈറ്റിൻ്റെ ആ ഒരു ലാംഗ്വേജിൽ പറഞ്ഞതാണ്. ബെലി റബ് ഡാൻസ് അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കളിക്കാൻ വേണ്ടിയിട്ട് ക്ലേയെ ല്യൂല ക്ഷണിക്കുകയാണ്. പക്ഷേ തൻ്റെ ഡിഗ്നിറ്റി ക്ലേയെ അതിന് അനുവദിച്ചില്ല. അയാളുടെ സീറ്റിൽ തന്നെ ഇരുന്നു. ആൻഡ് ഹിസ് കൺസർവേറ്റീവ് സൈഡ് വിൻസ് ഹവർ ആൻഡ് ഷീ റെഫ്യൂസസ് ഹെർ ഇൻവിറ്റേഷൻ ടു ഡാൻസ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇവൾ വീണ്ടും ദേഷ്യത്തോട് കൂടിയിട്ട് പ്രതികരിക്കുകയാണ്. പിന്നീട് അവൾ പറയുന്ന കുറച്ച് വേർഡ്സ് ഞാനിവിടെ റീഡ് ഔട്ട് ചെയ്യാം. യു മിഡിൽ ക്ലാസ് ബ്ലാക്ക് ബാസ്റ്റർ, forget your social working mother for a few seconds and let's knock stomach. Clay, you liver-lipped white man, you would be Christian. You ain't no nigger, you are just a dirty white man, you black son of a bitch. അപ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. വീണ്ടും ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ്. പിന്നീട് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ വളരെ താഴ്മയായിട്ട് ഇവൾ അഭ്യർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. Again I quote, get up and cremate these people, red train cuffs, Jewish underwear for keeps. Clay, you got to break out, don't sit there dying the way they want you to die എന്നൊക്കെ അവൾ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ല്യൂല ഓവറാക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ക്ലേ അറ്റംപ്റ്റ്സ് ടു സ്റ്റോപ്പ് ല്യൂലാസ് ബിഹേവിയർ. ഹി ട്രൈസ് ടു ഫിസിക്കലി ഫോഴ്സ് ഹെർ ബാക്ക് ഇൻ ടു ഹെർ സീറ്റ്. ആ ഒരു സമയത്ത് ഷീ കോൾസ് ഹിം അങ്കിൾ ടോം എന്ന് പറയുന്നത് ഹീസ് ദി ടൈറ്റിൽ ക്യാരക്ടർ ഓഫ് ദി നോവൽ അങ്കിൾ ടോംസ് ക്യാബിൻ, റിട്ടൺ ബൈ ഹാരിയറ്റ് സ്റ്റോവ്. അതൊരു നോവലാണ്, റിട്ടൺ ഇൻ ദി ഇയർ 1852. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ക്യാരക്ടറായിട്ടുള്ള അങ്കിൾ ടോം ഒരു സ്ലേവ് ആയിരുന്നു. ആൻഡ് ഹീ ഈസ് യൂസ്ഡ് ആസ് എ എപ്പിത്താറ്റ് ഫോർ ആൻ സബ്സർവിയൻറ്റ് പേഴ്സൺ. മറ്റുള്ളവർക്ക് പാദസേവ ചെയ്യുന്ന ഒരാളെ വിശേഷിപ്പിക്കുന്ന ഒരു വേർഡായിട്ടാണ് പിന്നീട് അത് മാറുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് പറയാം അങ്കിൾ ടോം എന്ന് പറയുന്നത് എ ബ്ലാക്ക് പേഴ്സൺ ഹൂ ഈസ് ഓവർ ഈഗർ ടു വിൻ ദി അപ്രൂവൽ ഓഫ് വൈറ്റ്സ്. ഇങ്ങനെയുള്ള ബ്ലാക്ക് പീപ്പിളിനെയും അവർ അങ്കിൾ ടോം എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. അവർ അപമാനിക്കുന്ന അത്തരത്തിലുള്ളൊരു ടേമായിട്ടാണ് അത് പിന്നീട് മാറുന്നത്. സോ ഇങ്ങനെ ക്ലേനെ അങ്കിൾ ടോം എന്ന് വിളിച്ചപ്പോൾ ദി അതർ പാസഞ്ചേഴ്സ് ലോഫ് ആൻഡ് എ ഡ്രങ്ക് ഗെറ്റ്സ് അപ്പ് ആൻഡ് ജോയിൻസ് ല്യൂല ഇൻ ഹെർ ഡാൻസ്. പക്ഷേ ഇതെല്ലാം കൂടി ആയപ്പോൾ ക്ലേക്ക് വളരെ ദേഷ്യം വന്നു. ആൻഡ് ഹി ഗ്രാബ്സ് ല്യൂല, calling her a dumb bitch. When he still can't silence her, he slaps her face hard twice. ല്യൂലയെ ഇവന് 2 തവണ അടിക്കുന്നൊക്കെ ഉണ്ട്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹം ഇതുവരെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന തൻ്റെ ദേഷ്യമൊക്കെ ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യുമായിരുന്നു. അങ്ങനത്തെ ഒരു അവസരമായിരുന്നു അത്. ബട്ട് ഹിസ് ആങ്കർ ഈസ് മോർ ഹാർട്ട് ഫെൽറ്റ് ദാൻ
ല്യൂലാസ് ഹാസ് ബീൻ. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള, ഹൃദയത്തെ സ്പർശിക്കുന്ന രൂപത്തിലുള്ള ഒരു ദേഷ്യപ്രകടനമായിരുന്നു ക്ലേയുടേത്. ശേഷം ക്ലേ ഒരു ലോങ് സ്പീച്ച് അല്ലെങ്കിൽ ഒരു ലോങ് ഡയലോഗ് ഡെലിവറി ചെയ്യാണ്. ക്ലേ ബിഗിൻസ് എ സ്പീച്ച്. In his speech, Clay reveals that even in anger, he is still holding a much more violent reaction. താനിപ്പോഴും ഒരു സംയമനം പാലിച്ചാണ് പ്രതികരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തനിക്ക് കഴിയുമായിരുന്നെങ്കിൽ നിയന്ത്രണമില്ലാതെ തന്നെ, യാതൊരു നിയന്ത്രണവുമില്ലാത്ത വിധം ഈ വൈറ്റ്സിനെ താൻ കൊന്നൊടുക്കുമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ബട്ട് ഹീ കാൺട്ട്, ഇറ്റ് വുഡ് ഡു നോ ഗുഡ്. അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു അത് നല്ല ഒരു രീതിയിലാവില്ല അത് പിന്നീട് അതിൻ്റെ ഫലങ്ങൾ വരിക. Therefore, he demands, if I am a middle class fake white man or Uncle Tom, let me be, and let me be in the way I want. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് തന്നെയാണ് പറയുന്നത്. ഞാനൊരു ഫേക്ക് വൈറ്റ് മാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്കിൾ ടോം ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്കെന്താ? എനിക്ക് വേണ്ട ആ ഒരു രീതിയിൽ, ആ ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കട്ടെ, അതിന് നിങ്ങൾക്കെന്താണ് ഇത്ര വലിയ ചൊറിച്ചിൽ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. തന്നെ കളിയാക്കിയപ്പോൾ, ല്യൂല കളിയാക്കിയപ്പോൾ അത് കണ്ടു ചിരിച്ച എല്ലാ ആളുകളോടും, അവിടെയുള്ള ആ ഒരു വൈറ്റ് പാസഞ്ചേഴ്സ് എല്ലാവരോടും കൂടിയാണ് ഈ ഒരു വാക്കുകൾ, ഈ ഒരു വേർഡ്സ് അദ്ദേഹം പറയുന്നത്. Then Clay turns to Lula and tells her that her sexual offer misses the mark. She knows nothing of the belly rub. Her having slept with black men does not make her an expert on black people. കുറേ ബ്ലാക്സിൻ്റെ കൂടെ കിടന്നതുകൊണ്ട് ബ്ലാക്സിനെ നന്നായിട്ട് മനസ്സിലാക്കാനാവുന്നൊന്നും വിചാരിക്കണ്ട എന്ന് ല്യൂലയോട് പറയാണ്. ല്യൂല എല്ലാം അറിയുന്ന ഒരാളെ പോലെയാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിനക്കൊരു ചുക്കും അറിയില്ല എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയാണ്, ക്ലേ പ്രതികരിക്കുകയാണ്. അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് തൻ്റെ ആ ഒരു ലോങ് ഡയലോഗ്. വൈറ്റ്സ് ഹു ലവ് ജാസ് ഫെയിൽ ടു റെക്കഗ്നൈസ് ദാറ്റ് what Bessie Smith and Charlie Parker are really saying to them is, kiss my ass. Clay sees murder as the only cure for the black neurosis, and if Bessie Smith had killed some white people, she wouldn't have needed that music. She could have talked very straight and plain about the world. ഈ വൈറ്റ്സിൻ്റെ ബ്ലാക്സിനോടുള്ള ഈ ഒരു വിദ്വേഷം, ഈ ഒരു ന്യൂറോസിസ്, ഈ ഒരു മാനസിക രോഗത്തിനുള്ള ഓൺലി ക്യൂർ എന്ന് പറയുന്നത് അവരെയൊക്കെ കൊന്നു കളയുകയാണ് എന്നൊക്കെ ഇദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട്. ഈ ബെസി സ്മിത്ത്, അതേപോലെ തന്നെ ചാർലി പാർക്കർ, ഇവരൊക്കെ ബ്ലാക്സിന് വേണ്ടിയിട്ട്, ഇവരെന്ന് പറയുന്നത്, ഈ ബെസി സ്മിത്ത് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ബ്ലൂസ് സിംഗറാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് അമേരിക്കൻ ആഫ്രോ അമേരിക്കൻസ് ആണ്. അതേപോലെ തന്നെ ആഫ്രോ അമേരിക്കൻ ബാൻഡ് ലീഡർ ആയിരുന്നു നമ്മളുടെ ചാർലി പാർക്കർ. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് വൈറ്റ് പീപ്പിളിനെ കൊന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ ബ്ലാക്സിൻ്റെ റൈറ്റിനൊക്കെ ആവശ്യം പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന മ്യൂസിക്കൊന്നും കമ്പോസ് ചെയ്യേണ്ടതായിട്ട് വരില്ലായിരുന്നു. ദേ കുഡ് ഹാവ് ടോക്ക്ഡ് വെരി സ്ട്രൈറ്റ് ആൻഡ് പ്ലെയിൻ അബൌട്ട് ദി വേൾഡ് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ക്ലേ ഇതിനെക്കുറിച്ച് പറയുന്നത്, മർഡർ വുഡ് മേക്ക് ബ്ലാക്സ് സെയിൻ, ബട്ട് ഇറ്റ് ഈസ് സേഫർ ടു കോഡ് വൺസ് ആങ്കർ. അദ്ദേഹം അങ്ങനെ കൊന്നെടുക്കുന്നതിനെ, വൈറ്റ്സിനെ കൊല്ലുന്നതിനെ പിന്നീട് തള്ളി പറയുന്നുണ്ട്. പിന്നീട് ക്ലേ പറയുന്നത്, ഈ ബ്ലാക്സ് എഡ്യൂക്കേറ്റഡ് ആവുന്നത് ഈ വൈറ്റ്സിനെ എത്രത്തോളം പേടിപ്പെടുത്തുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട് എന്നതിനെക്കുറിച്ചാണ്. ഹി എക്സ്പ്ലെയിൻസ് എഡ്യൂക്കേറ്റിംഗ് ബ്ലാക്സ് ഈസ് ഡേഞ്ചറസ് ഫോർ വൈറ്റ്സ്, ഫോർ വെൻ ബ്ലാക്സ് ഫൈനലി അണ്ടർസ്റ്റാൻഡ് ദി ഗ്രേറ്റ് ഇൻ്റലക്ച്വൽ ലെഗസി ഓഫ് ദി വൈറ്റ് മാൻ, ദേ വിൽ ബി ഏബിൾ ടു റാഷണലൈസ് മർഡർ ജസ്റ്റ് ആസ് ദി വൈറ്റ്സ് ഹാവ് ഡൺ. അപ്പോൾ ഇങ്ങനെ ഒരു നീണ്ട ഒരു സ്പീച്ച് നടത്തിയപ്പോൾ, ഒരു ഡയലോഗ് പറഞ്ഞതോട് കൂടിയിട്ട് അത് കേൾക്കുന്ന ല്യൂല ഒന്ന് ശാന്തമാകുന്നുണ്ട്. ആൻഡ് ല്യൂല ടെൽസ് ഹിം that she has had enough and agrees that they will not now enact that little pageant she had planned. അപ്പോൾ അവർ പ്ലാൻ ചെയ്തതൊന്നും ഇനി ചെയ്യണ്ട എന്ന് പറയാണ്. അവർ ല്യൂലയുടെ റൂമിൽ പോകുന്നതും എന്നിട്ട് അവിടുന്ന് ആ ഒരു സെക്ഷൽ എൻകൗണ്ടർ നടത്താമെന്നുള്ള അവരുടെ ആ പ്ലാനൊക്കെ അത് അവർ ഉപേക്ഷിക്കുകയാണ്. ബട്ട് ആസ് ഹീ റീച്ചഡ് അക്രോസ് ഹെർ ടു റിട്രീവ് ഹിസ് ബുക്സ്, അങ്ങനെ തൻ്റെ സാധനങ്ങളൊക്കെ, താൻ കൊണ്ടുവന്ന തൻ്റെ തിങ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹം, ക്ലേ, അവിടുന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് ല്യൂല പ്ലങ്സ് എ നൈഫ് ഇൻ ടു ക്ലേസ് ചെസ്റ്റ്.
ക്ലേ സ്ലംസ് അക്രോസ് ല്യൂലാസ് നീസ് ആൻഡ് ഡൈസ്. ഒരു കത്തിയെടുത്ത് ല്യൂല ഇദ്ദേഹത്തെ ക്ലേയെ കുത്തുകയാണ്. അങ്ങനെ പിടഞ്ഞ് വീണ് ക്ലേ മരിക്കുകയാണ്. ഈ സമയത്താണ് ആ ഒരു ട്രെയിനിൽ, ആ ഒരു സബ്വേയിലുണ്ടാകുന്ന റെസ്റ്റ് ഓഫ് ദി വൈറ്റ്സ്, അവരുടെ ആ ഒരു മനോഭാവം നമുക്ക് മനസ്സിലാവുന്നത്. ദി പാസഞ്ചേഴ്സ് ഹെൽപ്പ് ല്യൂല ത്രോ ക്ലേസ് ഡെഡ് ബോഡി ഫ്രം ദി ട്രെയിൻ ആൻഡ് ദെൻ ഗെറ്റ് ഓഫ് ദി ട്രെയിൻ ദംസെൽവ്സ്. അവർ ക്ലേയുടെ ആ ബോഡി എടുത്ത് ട്രെയിനിൻ്റെ പുറത്തേക്ക് എറിയാൻ ഇവളെ സഹായിക്കുന്നുണ്ട്, ല്യൂലയെ സഹായിക്കുന്നുണ്ട്. അതിനുശേഷം അവർ അവരുടെ വഴിക്ക് അങ്ങനെ നീങ്ങുകയാണ്. അതിനുശേഷം ല്യൂല ഒന്നും സംഭവിക്കാതെ പോലെ അവളുടെ പേഴ്സും ബാഗും അതുപോലെയുള്ള മറ്റു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. And also she scribbles quickly into a notebook and drops it in her bag just in time to be ready for the young black man of about 20 who boards the train. ആ ഒരു സമയത്ത് തന്നെ ഒരു യങ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് പേഴ്സൺ ആ ഒരു സബ്വേയിലോട്ട് വരികയാണ്. ഒരു 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ ഒരു യുവാവ് കടന്നു വരികയാണ്. The cycle begins again as Leula gives the young man a long slow look. ല്യൂല നമ്മളുടെ ക്ലേയോട് ചെയ്ത പോലെ തന്നെ ഈ യുവാവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് ഒരു ഓൾഡ് ബ്ലാക്ക് കണ്ടക്ടർ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു യങ് മാനെ, അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ല്യൂല സ്റ്റെയർസ് അറ്റ് ദാറ്റ് യങ് ബ്ലാക്ക് പേഴ്സൺ ഡൗൺ ദി aisle and the conductor tips his hat as he leaves the train car. The curtain drops. ല്യൂല നമ്മുടെ ക്ലേയെ സ്റ്റെയർ ചെയ്ത് അതേപോലെ തന്നെ ഈ ഒരു യങ് ബ്ലാക്ക് മാനെയും സ്റ്റെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ നൽകുകയാണ്. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ നൽകുകയാണ് നമ്മളുടെ പ്ലേ റൈറ്റ്. ആൻഡ് ദി കർട്ടൻ ഡ്രോപ്സ്. ഈ ഒരു സീനോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു പ്ലേ ഇവിടെ അവസാനിക്കുകയാണ്, കൺക്ലൂഡ് ചെയ്യുകയാണ്.